യസ്മിന്നേതദ്വിഭാതം യതയിതമപവദ്യേന ചേദം യേതത് യോസ്മാദുത്തീർണരൂപോ ഖലു സകലമിദം ഭാസിതം യസ്യ ഭാസാ യോ വാചാം ദൂരദൂരേ മുഹുരപി മനസാം യസ്യ ദേവാ മുനീന്ദ്രാഃ നോ വിദ്യുഃ തത്വരൂപം കിമു പുനരപരേ കൃഷ്ണ തസ്മൈ നമസ്തേ. ജയ ജയ ജഹി അജാം അജിതദോഷഗൃഭീതഗുണം ത്വമസി യദാത്മനാവസ അവരുദ്ധ സമസ്തഭഗഃ അഗജഗദോകസാമഖിലശക്ത്യവബോധഗതേ ക്വചിദജയാത്മനാ ചരതോനുചരേന്നിഗമഃ. ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിന് നിരോധസ്കന്ധം എന്നാണ് പേര്. ഭഗവത് കഥാ ശ്രവണം കൊണ്ട് ചിത്തം നിരുദ്ധമാവുന്നത് കൊണ്ട് നിരോധസ്കന്ധം. ചിത്തം നിരുദ്ധമാവുമ്പോൾ സ്വസ്വരൂപം ആവരണമില്ലാതെ പ്രകാശിക്കുന്നു. അതാണ് നമ്മുടെ വാസ്തവ സ്വരൂപം എന്നുള്ള അറിവ്, ജ്ഞാനം, മുക്തി. അതാണ് ഏകാദശ സ്കന്ധത്തിലെ വിഷയം. ഏകാദശ സ്കന്ധത്തിൽ നാരദ മഹർഷി കൃഷ്ണദർശനത്തിനായി ദ്വാരകയിലേക്ക് വരികയാണ്. കൃഷ്ണ ഉപാസനലാലസഃ. ലാലസത എന്ന് വെച്ചാൽ അത്യാഗ്രഹം. ഭഗവത് ഉപാസനയിൽ ഒരു അത്യാഗ്രഹം. മനസ്സിൻ്റെ ഈ ദൗർബല്യങ്ങളൊക്കെ തന്നെ ഭഗവാന്റെ നേരെ തിരിച്ചു കഴിഞ്ഞാൽ അത് ലാഭമായിട്ട് തീരും. ലൗകികത്തിൽ അത്യാഗ്രഹം വരുന്നു, അതിനു പകരം അധ്യാത്മത്തിൽ ഭഗവത് നാമജപം ചെയ്യുന്നതിൽ, ഭഗവാന്റെ രൂപം ധ്യാനം ചെയ്യുന്നതിൽ, ഇതൊക്കെ നാരദൻ ഭക്തിസൂത്രത്തിൽ അങ്ങനെയാണ് നിരൂപിച്ചിരിക്കുന്നത്. അങ്ങനെ ദേവഋഷി ഒരു സമയം ദ്വാരകയിൽ വന്നപ്പോൾ വസുദേവർ കണ്ടു, സ്വാഗതം ചെയ്തു, പാദവന്ദനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ, ഞങ്ങളൊക്കെ ആത്മജ്ഞാനവിഹീനരാണ്, കൃപണന്മാരാണ്. കൃപണ ശബ്ദത്തിന് ജ്ഞാനമില്ലാത്തവൻ എന്നർത്ഥം. അങ്ങനെ ഇരിക്കുന്ന ഞങ്ങൾക്ക് ഒരു ശാന്തി, സ്വസ്ഥത വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സത്സംഗം കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് അങ്ങേപ്പോലെയുള്ളവർ യാത്ര ചെയ്യുന്നത് എന്ന് എനിക്കറിയാം. ഭഗവൻ ഭവതോ യാത്ര സ്വസ്ഥയേ സർവദേഹിനാം കൃപണാനാം യഥാ പിത്രോഹോ ഉത്തമശ്ലോകവർത്തുമനാം സുഖായൈവ ഹി സാധൂനാം ത്വാദൃശാം അച്യുതാത്മനാം. ദേവന്മാരുടെ ചരിത്രം സുഖത്തിനും കാരണമാവും, ദുഃഖത്തിനും കാരണമാവും. പക്ഷേ
സജ്ജനങ്ങളുടെ, സാധുക്കളുടെ, പരമഭാഗവതന്മാരുടെ ചരിത്രം, സുഖായൈവ ചരിത്രം എന്ന് വെച്ചാൽ ഇവിടെ ജീവചരിത്രം, യാത്ര എല്ലാം. എനിക്ക് കുറച്ച് ഭാഗവത ധർമ്മം പറഞ്ഞു തരണം. കൃഷ്ണനെ പുത്രനായി കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ തോന്നണില്ല, കാണുമ്പോഴൊക്കെ കുട്ടിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവിടുന്ന് എനിക്ക് ഉപദേശിക്കണം. ഈ ലോകത്തിലെ എല്ലാവർക്കും വ്യസനമുണ്ട്, ദുഃഖമുണ്ട്. വിചിത്ര വ്യസനം എന്നാണ് പറയുന്നത്. എല്ലാ സുഖമായിട്ട് ഇരിക്കേണ്ട ആളുകളും ദുഃഖിക്കണം. ധാരാളം പണമുണ്ട്, ആരോഗ്യത്തിനും കുഴപ്പമില്ല, വലിയ വീടുണ്ട്, എല്ലാം ഉണ്ട്, എന്നിട്ടും ദുഃഖമാണ്. എന്താ ദുഃഖം? എന്തോ ഒരു മനം പരട്ടൽ എന്ന് പറയും. നമ്മുടെ അടുത്തൊക്കെ വന്നിട്ട് പറയും, സ്വാമി എന്തോ അറിയണില്ല ഒരു മനം പരട്ടൽ. നിങ്ങൾക്കേ അറിയില്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെ അറിയും? എന്തെങ്കിലും പറഞ്ഞാലെങ്കിൽ നല്ലത്. ശരി, ഒരു നാടി പിടിച്ചതോ. യഥാ വിചിത്രവ്യസനാത്, വിചിത്രവ്യസനം എന്നാണ്. ഭവദ്ഭിർവിശ്വതോ ഭയാത്, പല വിധത്തിലുള്ള പേടി അതുണ്ട്. അതും പല ആളുകളും പറയും, ഒരു കാരണമില്ലാത്തൊരു ഭയം. പെട്ടെന്നൊരു ഭയം പിടികൂടി. കഴിഞ്ഞ ആഴ്ച മുഴുവൻ നല്ല സന്തോഷമായിരുന്നു, തിങ്കളാഴ്ച മുതൽ ഒരു ഭയം. ഇങ്ങനെയൊക്കെയാണ് പറയണത്. ഞാൻ തമാശ പറയല്ല. രാത്രി 2 മണിയായ ഒരു പേടി. ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തർക്ക്. അപ്പോൾ ഭയം പല വിധത്തിൽ കാരണമാണ്. വിശ്വതോ ഭയാതെ, എന്തിനാ ഭയം? എന്തിനൊക്കെയോ ഭയം. ശങ്കരാചാര്യർ പറഞ്ഞില്ലേ, എന്താണ്, പുത്രാദപി ധനഭാജാം ഭീതി, മക്കളെ പോലും പേടിയാണെന്നാണ്. ആർക്കാ? ധാരാളം പണമുണ്ട്, അപ്പം മകൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്ന് രാജാക്കന്മാരൊക്കെ അങ്ങനെ പേടിച്ചിരുന്നവരാ. പല വിധത്തിലുള്ള ഭയം. ഇതിൽ നിന്നൊക്കെ എങ്ങനെ ഞാൻ അഞ്ജസാ കഥം ഉച്ഛേമ, എങ്ങനെ രക്ഷപ്പെടും? അഞ്ജസ എന്ന് വെച്ചാൽ ഒരുപാട് മെനക്കെട്ട് വലിയ തപസ്സൊന്നും ചെയ്യാൻ പറ്റില്ല, ലളിതമായി സരളമായി. മറ്റൊരർത്ഥം, വിചാരം ചെയ്ത് അറിഞ്ഞ് മുക്തനാവാൻ വല്ല വഴിയുണ്ടോ? അതെനിക്ക് പറഞ്ഞു തരൂ. ഷാധി സുബ്രത അനുഷാധി. ഇങ്ങനെ പറഞ്ഞതും ദേവഋഷിയായ നാരദൻ പറഞ്ഞു വസുദേവരോട്, നല്ലവണ്ണം നിശ്ചയം വന്നിരിക്കുന്നു അങ്ങേക്ക്. സമ്യക് വ്യവസിതം ഭവത, സമ്യകേതദ് വ്യവസിതം ഭവത സത്വദർശഭ, യത് പൃച്ഛസേ ഭാഗവതാൻ ധർമാൻ സ്വം വിശ്വ. വ്യവസായാത്മിക ബുദ്ധി എന്ന് വെച്ചാൽ ഇതാണ്. ഇനിയിപ്പോൾ ഭാഗവതം കേൾക്കണം, അല്ലെങ്കിൽ ഗീത കേൾക്കണം, അല്ലെങ്കിൽ വേദാന്ത നിശ്ചയം വേണം, മറ്റൊന്നിലും ഇനി ഇൻട്രസ്റ്റ് ഇല്ല, വേറെ ഒരു പണിയില്ല എന്ന് തീരുമാനിക്കണ്ടല്ലോ. അതാണ് വ്യവസായാത്മിക ബുദ്ധി. ഇല്ല, ഇതും വേണം. ഇനി വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ബഹുശാഖാഹി അനന്താശ ബുദ്ധയോ അവ്യവസായിന. സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ ഇതൊക്കെ കേൾക്കും. ബഹുശാഖാഹി അനന്താശ ബുദ്ധയോ അവ്യവസായ. അതും കുഴപ്പമില്ല, അതും നല്ലതാണ്. സമയം കിട്ടുമ്പോൾ കുറച്ച് കേൾക്കണുണ്ടല്ലോ, അതും നല്ലതാണ്. പക്ഷേ ഇത് തന്നെ വേണമെന്ന് തീരുമാനിക്കുമ്പോൾ സമ്യക് വ്യവസായ. നോക്കൂ, ഈ സമ്യക് വ്യവസായം എന്ന് പറഞ്ഞാൽ ബുദ്ധൻ പോലും പറയുന്നുണ്ട്. അദ്ദേഹം കുറേ സമ്യക് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. സമ്യക് വ്യവസായം എന്ന് വെച്ചാൽ നല്ല റെസൊല്യൂഷൻ ജീവിതത്തിൽ. അതാണ് ജീവിതത്തിനെ വഴി നടത്തുന്നത്. ഇങ്ങനെ ഇരിക്കുള്ളൂ, ഇന്നത് വേണം എന്നുള്ള തീരുമാനം. അപ്പോൾ സമ്യക് ഏതദ് വ്യവസിതം ഭവത, ഈ ഭാഗവത ധർമ്മത്തിനെ കേൾക്കണം. അരേ അയമാത്മാ ശ്രോതവ്യ, അരേ അയമാത്മാ ദ്രഷ്ടവ്യ, ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ എന്ന് യാജ്ഞവൽക്യൻ മൈത്രേയിയോട് പറഞ്ഞു.
ബൃഹദാരണ്യക ഉപനിഷത്ത്. അതേപോലെയാണ് ഇവിടെ പറയുന്നത്, ശ്രുതോനു പഠിതോ ധ്യാതഃ ആദൃതോ വാനുമോദിതഃ സമ്യക് സദ്യഃ പുനാതി സദ്ധർമ്മോ ദേവവിശ്വദ്രുഹോപി അപി ചേത് സുദുരാചാരഃ അപി ചേതസി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമഃ എന്നൊക്കെ ഭഗവാൻ ഗീതയിൽ പറഞ്ഞു. ദുരാചാരിയാവട്ടെ പാപ്പിയാവട്ടെ അങ്ങനെയുള്ള ആൾ, വിശ്വദ്രുക്, എല്ലാവരെയും ഉപദ്രവിച്ചുകൊണ്ട് നടക്കുന്ന ആളാണെങ്കിൽ പോലും ഈ ഭാഗവത ധർമ്മത്തിനെ ശ്രവണം ചെയ്യാൻ തയ്യാറായാൽ, കേട്ടിട്ട് അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പലരും കേൾക്കുന്നു, ഉള്ളിലേക്ക് വാങ്ങിക്കണില്ല, കേൾക്കണുണ്ടല്ലോ, ആവട്ടെ ഫസ്റ്റ്. കേട്ടിട്ട് പോട്ടെ, കുഴപ്പമില്ല, ഉള്ളിൽ എവിടെയോ കിടക്കുമല്ലോ അത്. ശ്രുതഃ, പിന്നെ അനുപഠിതഃ. ഇത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഭാഗവതത്തിലൊരാശയം കേൾക്കുമ്പോഴേ ഇത് നന്നായിട്ടുണ്ടല്ലോ, ഇതെനിക്ക് വളരെ ഉപയോഗപ്പെടും എന്നൊക്കെ തോന്നുന്നു. വീട്ടിൽ ചെന്ന് അല്ലെങ്കിൽ അപ്പം തന്നെ ചിലരുണ്ടാവുമ്പോൾ ആ പുസ്തകം ഇങ്ങനെ നോണ്ടിക്കൊണ്ടിരിക്കും, മാർക്ക് ചെയ്ത് വയ്ക്കും. അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് അത് എഴുതി അതിൻ്റെ ആശയമെടുത്തും ധ്യാനം ചെയ്യും. എങ്ങനെ ധ്യാനം ചെയ്യണം? ഇതെങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് ഉപയോഗപ്പെടുക, ഇതെങ്ങനെ എൻ്റെ ജീവിതത്തിന്, എൻ്റെ സാധനയ്ക്ക്, എൻ്റെ അധ്യാത്മ അനുഭൂതിക്ക് ഉപയോഗപ്പെടും, ഈ ആശയം. ഇങ്ങനെ ധ്യാനം. ശ്രുതഃ അനുപഠിതഃ ധ്യാതഃ. ഈ മനനം എന്നുള്ളതിന് പകരം ഇവിടെ അനുപഠനം എന്ന് പറഞ്ഞു. ശ്രവണം ചെയ്തിട്ട് പിന്നീട് ആ പുസ്തകം എടുത്ത് വീണ്ടും 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 പാരായണം, അത് അനുപഠനം. പിന്നെ ധ്യാനം എന്താ? ആ ആശയം നമ്മൾ ജപമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിൽ ഒരു അണ്ടർ കറണ്ട് പോലെ വരണു. ആ ആശയത്തിനെ, ആ വിഷയത്തിനെ എടുക്കുന്നു, നമ്മളിങ്ങനെ മനനം ചെയ്യുന്നു. മനനം ചെയ്ത് സ്ഫുടം ചെയ്തെടുക്കുകയാണ്. നമ്മളുടെ ഉള്ളിൽ അതിനെ സ്വർണമാക്കി മാറ്റാണ്. പുറത്ത് നിന്ന്, പുസ്തകത്തിൽ നിന്നോ ആചാര്യനിൽ നിന്നോ കിട്ടുന്ന വിദ്യയെ നമ്മളുടേതാക്കി തീർക്കുക. നമ്മളുടേതാക്കി തീർക്കുക എന്ന് വെച്ചാൽ ബുദ്ധിയിൽ, ഓർമ്മയിൽ വന്നാൽ പോരാ, മനസ്സിൽ വന്നാൽ പോരാ, അത് നമുക്ക് സ്വാംശീകരിക്കപ്പെടുകയാണ്. സാധനയ്ക്ക് എന്തെങ്കിലും വിധത്തിൽ അധ്യാത്മമായിട്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ജീവിതത്തിൽ വരുത്തുകയാണ്. അതാണ്. അങ്ങനെ വരുമ്പോൾ ഇതൊന്നും സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു ശ്രവണമാണെന്ന് പറഞ്ഞു. അതും സാധിച്ചിട്ടില്ലെങ്കിൽ ഭാര്യ പോകുന്നുണ്ട്, ഭർത്താവ് സ്കൂട്ടറിൽ ഭാഗവത സപ്താഹത്തിൽ കൊണ്ടാക്കിയിട്ട് അടുത്തുള്ള പെട്ടിക്കടയിൽ പോയിരിക്കും. എന്നിട്ട് കഴിഞ്ഞ ഒരു മെസ്സേജ് അയച്ചാൽ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകും വീട്ടിലേക്ക്. അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ? ഉണ്ടാവും, നിശ്ചയമായിട്ടും ഉണ്ടാവും. ഉള്ളിലേക്ക് വരില്ല. അതിനാണ് ഞങ്ങൾ ഈ ലഡ്ഡുവും നെയ്യപ്പവും ഇതൊക്കെ കൊടുക്കണതേ ഇങ്ങനെയുള്ള ആളുകൾക്ക്. അപ്പോൾ അങ്ങനെ ചെയ്തിരുന്ന ഒരു വിദ്വാൻ ഏകദേശം 8-10 വർഷം അദ്ദേഹം പറഞ്ഞു, നിഷ്ഠയായിട്ട് ഞാൻ വൈഫിനെ കൊണ്ടാക്കും. അവർ ചെയ്യണത് എനിക്ക് ഇഷ്ടമാണ്, അവർ സന്തോഷിക്കുന്നുണ്ട്, അവരെനിക്ക് വളരെ ഇഷ്ടമാണ്, അവർക്കതിലിഷ്ടമാണ്, ഞാൻ കൊണ്ടാക്കും. പക്ഷേ എനിക്കിതിലൊന്നും വിശ്വാസമില്ല. അപ്പോൾ ദിവസം അവർ പറയും എന്നെ, ഒന്ന് വന്ന് കേട്ടിട്ട് പോയിക്കൂടെ എന്നൊക്കെ പറയും. അപ്പം ഞാൻ കേൾക്കാൻ നിൽക്കില്ല. അപ്പോൾ ഒരു ദിവസം ബന്ധായി, കടയിലിരിക്കുക, അപ്പോഴും ഉള്ളിൽ കയറിയില്ല. പക്ഷെ നല്ല വിശപ്പ്, ഒരിടത്തും ഭക്ഷണം കിട്ടിയില്ല. അപ്പോൾ ഉച്ചയ്ക്ക് സപ്താഹത്തിൽ വന്ന് ഊണ് കഴിച്ചു. ഒരാളുടെ ജീവിതമാണത്. വന്ന് അപ്പോൾ പറഞ്ഞു, ശരി അവിടെ ഊണുണ്ടെന്ന് പറഞ്ഞല്ലോ, ഇതൊന്നും പരിചയമില്ല, എങ്ങനെയാണ് എന്താണ് ഒന്നും പരിചയമില്ല. വന്നു ഊണ് കഴിച്ചു, നല്ല രുചിയായിരുന്നു. അപ്പോൾ തോന്നി അടുത്ത ദിവസം അവിടെ ഊണ് കഴിക്കാമല്ലോ എന്ന് തോന്നി. നാക്കിലൂടെയാണ് ഭഗവാനെ. അപ്പോൾ അടുത്ത ദിവസം ഉച്ചയ്ക്ക് വീണ്ടും ഊണ് കഴിക്കാൻ പുറത്തു പോയി. ഊണ് കഴിക്കുന്ന സമയത്ത് മാത്രം വന്നു. 2 ദിവസം കഴിഞ്ഞും നല്ല മനുഷ്യനാണ്, കോൺഷ്യൻസ് പ്രിക്ക്. അദ്ദേഹത്തിന് തോന്നി
നമ്മളിങ്ങനെ ഊണ് കഴിക്കാൻ മാത്രം പോണത് ശരിയല്ല, കുറച്ച് നേരം എല്ലാവരെയും പോലെ അവിടെ പോയി ഇരിക്കാം എന്ന് പറഞ്ഞ് ഇരുന്ന ആൾ പിന്നീട് നിത്യഭാഗവത പാരായണമായിട്ട് മാറി, നിത്യാനുഷ്ഠാനമായിട്ട് മാറി അദ്ദേഹത്തിന് ഭാഗവത പാരായണം. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആദൃത, ഒരു റെവറൻസ്, ആദരവ്. ഒരു നല്ല കാര്യമാണല്ലോ നടക്കുന്നത് എന്നൊരു റെവറൻസ് വന്നാൽ തന്നെ, ആദരവ് വന്നാൽ തന്നെ അത് ക്രമേണ ശ്രവണത്തിന് കാരണമാകും, അനുപഠനത്തിന് കാരണമാകും, ധ്യാനത്തിന് കാരണമാകും. ഇങ്ങനെയൊക്കെയാണ് ഭഗവാൻ പലരുടെയും ജീവിതത്തിൽ കയറി വരുന്നത്. അങ്ങനെ നാരദൻ പറഞ്ഞു, ത്വയാ പരമകല്യാണഃ പുണ്യശ്രവണകീർത്തനഃ ശ്രാവിതോ ഭഗവാൻ സ്മാരിതോ ഭഗവാൻ അദ്യ ദേവോ നാരായണോ മമാഹം. അങ്ങ് ചോദിച്ചത് കൊണ്ട് ഞാൻ നാരായണനെ സ്മരിക്കുകയാണ്. ഭക്തന്മാരുടെ ഒക്കെ ഇത് ഇഷ്ടം ഇങ്ങനെയാണ്, ആരെങ്കിലുമൊക്കെ വന്ന് ഞങ്ങൾക്ക് ഇത്തിരി ഭഗവത് കഥ പറയൂ, ഭഗവത് വിഷയം പറയൂ എന്നൊക്കെ പറയുമ്പോൾ ആ ചോദിക്കുന്ന ആളോടൊരു ഗ്രാറ്റിറ്റ്യൂഡും, നിങ്ങൾ ചോദിച്ചത് കൊണ്ട് നോക്കൂ എത്ര ദിവ്യമായ ഒരു സത്സംഗം ഉള്ളിലുണ്ടായി. സ്മാരിതോ ഭഗവാനദ്യ ദേവോ നാരായണോ മമ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഇതിഹാസം പറയുകയാണ്. പണ്ട് നടന്ന പകുതിയിൽ വിട്ട ഒരു കഥ, ഋഷഭദേവൻ്റെ ചരിത്രം. ഋഷഭദേവൻ്റെ കഥ, ആ ഋഷഭദേവ ചരിത്രം, ഋഷഭദേവൻ്റെ പരമ്പരയാണ് ജൈനമുനികൾ എന്നൊക്കെ പറഞ്ഞല്ലോ. എല്ലാ സ്ഥലത്തും ഇവിടെയും ഒരു ജൈൻ കമ്മ്യൂണിറ്റി ഗ്രൂപ്പൊക്കെ ഉണ്ട്. അവിടെ ഈ ജൈനമുനികളൊക്കെ നടന്നേ പോകുള്ളൂ. അത് ചിലർ ദിഗംബരരാണ്, ചിലർ ശ്വേതാംബരരാണ്, വെളുത്ത വസ്ത്രം, ചിലർ ദിഗംബരരായിട്ട് നടക്കുന്നവരുമുണ്ട്. തിരുവണ്ണാമലയിലെ ഒരു ഗ്രൂപ്പ്, ഒരു അമ്മമാർ വന്നിരുന്നു. അവർ സത്സംഗം, അവർക്കായിട്ട് ചില വിഷയങ്ങളൊക്കെ പറഞ്ഞു. അവരും അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ എനിക്ക് തന്നു. അപ്പോൾ ആ ജൈന ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയാലും അധികവും എല്ലാം നല്ല സംസ്കൃത വിദ്വാൻമാരാണ്, നല്ല പണ്ഡിതന്മാരാണ് അവർ പലരും. അവരുടെ ഒരു ഗ്രൂപ്പിൻ്റെ ഹെഡ്, ഹോൾ വേൾഡ് ഹെഡ് ഒരിക്കൽ തിരുവണ്ണാമല വന്നു. ഞാനാണ് അവർക്കൊരു സ്വാഗതം രമണാശ്രമത്തിൽ ചെറിയ ഒരു സംസ്കൃതത്തിൽ ചെറുതായിട്ട് ഒരു സ്വാഗതം പറഞ്ഞു. അതിന് ഉത്തരമായിട്ട് അദ്ദേഹം വളരെ ഗംഭീരമായ നല്ല ശാലീനമായ സംസ്കൃതത്തിൽ ഒരു ഭാഷണം നടത്തി ആ ജൈനമുനി. അവർ നല്ല, അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയാൽ വലിയ വ്യത്യാസമൊന്നും കാണില്ല. ഈ അധ്യാത്മവിദ്യയൊക്കെ ഒന്ന് തന്നെ, അതും ആത്മാ എന്നുള്ള ശബ്ദം, ഇതൊക്കെ സിദ്ധാന്തപരമായിട്ട് വരുമ്പോഴാണ് വ്യത്യാസം, തർക്കിച്ച് പോകുമ്പോഴാണ് വ്യത്യാസം. അനുഭവത്തിൻ്റെ സ്ഥലത്തിൽ എങ്ങനെ വ്യത്യാസം വരാനൊക്കെ ഒന്നുമില്ല. അവർക്ക് ഒരു 3 ദിവസം അവർക്കായിട്ട് ഞാൻ അവിടെ വെച്ച് പറഞ്ഞത് മുതൽ അവർക്ക് അങ്ങനെ ഒരു ഭാവം, സ്വാമീനെ എവിടെ കാണും എന്നൊക്കെ ചോദിച്ച് അവിടെ ഒരു ഭക്ത വഴിയായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം എങ്ങനെ ഭഗവാൻ അറേഞ്ച് ചെയ്തു എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ സപ്താഹത്തിന് വന്നിരിക്കണം, അവരിവിടെ ഉണ്ട്. അവർ നടന്നേ പോകുള്ളൂ, അവർ പബ്ലിക്കിലേക്ക് പോവില്ല, വേറെ എവിടെയും പോവില്ല, ഒരു സമയം വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അവരോട്. അപ്പോൾ ഇതിലൊക്കെ ഋഷഭ പരമ്പരയാണ്, തീർത്ഥങ്കര പരമ്പരയാണ്. അവർക്കൊക്കെ ഭക്തിയുണ്ട്. തീർത്ഥങ്കരന്മാർ, നമ്മൾക്ക് മഹാത്മാക്കൾ ഭാഗവതന്മാരോട് ഭക്തിയില്ലേ, അതാണ് തീർത്ഥങ്കരന്മാരോട് ഭക്തി അവർക്ക്. അവർ കുർവന്തി തീർത്ഥാനി, എവിടെയൊക്കെ പോകുമ്പോൾ ആ തീർത്ഥങ്ങളെയൊക്കെ തീർത്ഥങ്ങളാക്കി തീർക്കുന്നതാണ്, പവിത്രമാക്കി തീർക്കും. എങ്ങനെ? സ്വാന്തസ്ഥേന ഗതാഭൃത, ഹൃദയത്തിൽ ഭഗവാനെ സ്മരിച്ചു കൊണ്ട് പോകുന്നത് കൊണ്ട് തീർത്ഥങ്ങളൊക്കെ അവരുടെ സമ്പർക്കം കൊണ്ട്, സംസർഗം കൊണ്ട് തീർത്ഥങ്ങളായിട്ട് തീർന്നു. അങ്ങനെ ഋഷഭദേവൻ്റെ മക്കളാണ് കവി, ഹരി, അന്തരിക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ എന്ന നവയോഗികൾ, ജീവൻ മുക്തന്മാർ. മുക്താശരന്തി മുനിചാരണ ഭൂതനാഥ വിദ്യാധര ദ്വിജഗവാം ഭുവനാനി കാമം. മുക്താഹ, ജീവൻ മുക്തന്മാരാണ്. അവർക്കൊന്നിനോട് സമ്പർക്കമില്ല. അവരേത് ലോകത്തിലും സഞ്ചരിക്കാൻ അവർക്കുള്ള ശക്തിയുണ്ട്, ഒന്നിലും സംഘപ്പെടില്ല,
നിസ്സംഗരാണ്. ഈ വിശ്വത്തിനെ മുഴുവൻ ആത്മനഃ അവ്യതിരേകേണ പശ്യന്തഃ വ്യചരൻ മഹീം. കാണുന്ന പ്രപഞ്ചം ആത്മാവിൽ നിന്ന് ഭിന്നമല്ല എന്ന് കണ്ടുകൊണ്ട് സഞ്ചരിച്ചു അത്ര ഭൂമിയിൽ. അങ്ങനെയാണ് ജീവൻ മുക്തൻ്റെ സഞ്ചാരം. സർവഭൂത സുഖശാന്തഃ ജ്ഞാനവിജ്ഞാന നിശ്ചയഃ പശ്യൻ മദാത്മകം വിശ്വം ന വിപദ്യേത വൈ പുനഃ. സർവചരാചരങ്ങളെയും ആത്മസ്വരൂപമായി കണ്ടുകൊണ്ട് യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂത് വിജാനതഃ തത്ര കോ മോഹഃ കശോകഃ ഏകത്വമനുപശ്യതഃ. ഉപനിഷത്ത് പറയണു, ആരിൽ സർവ ജഗത്തും ആത്മാവായിട്ടേ കാണപ്പെടുന്നുവോ അവിടെ മോഹം എവിടെ, ശോകം എവിടെ? അവൻ ആരെ കണ്ടു വെറുക്കും? ന വിജുഗുപ്സത്തെ. അപ്പോൾ ആ രീതിയിൽ സഞ്ചരിക്കുന്നവരാണ് ഈ നവയോഗികൾ. പക്ഷെ അവർ സിദ്ധന്മാരാണ്, അതുകൊണ്ട് അവരെ എല്ലാവരുടെ കണ്ണിലൊന്നും പെടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വിദേഹ രാജാവ്, നിമി രാജാവ് യാഗം നടത്തുകയാണ്. അനേക ജനകന്മാരുണ്ടെന്നാണ് പറയണത്. വിദേഹപുരിയിൽ, മിഥിലാപുരിയിൽ പരമ്പരയായി വിദേഹികൾ ജീവൻ മുക്തന്മാരുണ്ടായിരുന്നു അത്രേ, രാജാക്കന്മാരായിട്ട്. അതിലൊരു വിദേഹൻ യാഗം ചെയ്യുമ്പോൾ യാഗശാലയിൽ ഇവർ പ്രകാശിച്ചു. ഈ അഗ്നി 7 നാക്കോടുകൂടെ പ്രകാശിക്കുകയാണ് അഗ്നി. അതിൽ ഇവരും കൂടെ ഒരു 9 അഗ്നി നാളങ്ങൾ മുമ്പിൽ അവിടെ ആവിർഭവിച്ചു. അഗ്നിയാണ് കാണിച്ചു കൊടുക്കണതോ സിദ്ധന്മാർ വന്നിട്ടുണ്ടെന്ന്. വിദേഹൻ ചെന്ന് വീണ് നമസ്കരിച്ചു. സാക്ഷാത് ഭഗവത് പാർഷദന്മാരാണ് നിങ്ങൾ, ലോകത്തിനെ പവിത്രമാക്കാനായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. വിഷ്ണോർ ഭൂതാനി ലോകാനാം പാവനായ ചരന്തി. ഈ മനുഷ്യ ശരീരം വളരെ ദുർലഭമാണ്. ദുർലഭോ മാനുഷോ ദേഹ ദേഹിനാം ക്ഷണഭംഗുരഃ. എപ്പോൾ വേണമെങ്കിലും മരിച്ചു പോകും. ഒരു നിശ്ചയവുമില്ല ഒന്നിനൊന്നും. പറഞ്ഞ പോലെ എപ്പോഴാണ് പോകുമെന്ന് അറിയില്ല. എപ്പോൾ വേണമെങ്കിലും പോവാം. വയസ്സായിട്ടേ മരിക്കുള്ളൂ അങ്ങനെയൊന്നുമില്ല. അഗ്രേ വധായച ദൂരേ വധായച എന്നാണ്. ഭഗവാൻ ചിലപ്പോൾ ഇപ്പോൾ കൊല്ലും, ചിലപ്പോൾ കുറേ വെച്ച് വയസ്സാക്കിയിട്ട്. എന്തിനാ? അതിന് നിയമമൊന്നും പറയാൻ പറ്റില്ല, നിയമമൊന്നുമില്ല. അതുകൊണ്ട് ദുർലഭോ മാനുഷോ ദേഹ. എപ്പോൾ വേണമെങ്കിൽ നിശ്വാസേന ഹി വിശ്വാസ. പുറത്തു പോയ ശ്വാസം അകത്തേക്ക് തിരിച്ചു വരൂ. ആര് കണ്ടു? എന്തോ ഒരു നിയമത്തിൽ വരികയാണ്, ഇങ്ങനെ പോവാം. ക്ഷണഭംഗുര. നമുക്കിതൊക്കെ കണ്ണു തുറന്നിരുന്നാൽ കാണേണ്ട വിഷയങ്ങളാണ്. ലോകത്തിലെ എല്ലാ സ്ഥലത്തും കാണും. തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠപ്രിയ ദർശനം. ഇത് തന്നെ വളരെ ക്ഷണികമാണ്. ഇതിലേറ്റവും ദുർലഭം എന്താണെന്ന് വെച്ചാൽ ഒരു സത്സംഗം സിദ്ധിക്കുന്നതുണ്ടല്ലോ, അത് വളരെ ദുർലഭമാണ്. വേസ്റ്റാക്കി കളയരുത്. അവിടെ ചെന്നിട്ട് വേണ്ടാത്ത കാര്യത്തിൽ മനസ്സ് കളയരുത്. സത്സംഗത്തിൽ പരമാർത്ഥ ലാഭത്തിനായിട്ട് യത്നിക്കണം. അതുകൊണ്ട് നിങ്ങളെ എനിക്ക് കിട്ടിയിരിക്കുന്നു. അത ആത്യന്തികം ക്ഷേമം പൃച്ഛാമോ ഭവതോ നഖാഹ. ആത്യന്തികമായ ക്ഷേമം, അല്പാൽപമായ ക്ഷേമമല്ല. ആത്യന്തികം ക്ഷേമം പൃച്ഛാമോ ഭവതോ നഖാഹ. സംസാരേസ്മിൻ ക്ഷണാർദ്ധോപി സത്സംഗശേവധിർനൃണാം. കുറച്ച് നേരത്തേക്ക് ഒരു സത്സംഗം കിട്ടിയാൽ തന്നെ വലിയ നിധിയാണ്. ക്ഷണാർദ്ധോപി സത്സംഗ ശേവധി നൃണാം. ഒരു ക്ഷണം, ഒരു ക്ഷണ അർദ്ധം ഒരു സത്സംഗ ലാഭം ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരു ശേവധി. ശേവധി എന്ന് വെച്ചാൽ ട്രഷർ, നിധി. ഈ സംസാരത്തിൽ സത്സംഗം പോലെ വിലയുള്ളത് മറ്റൊന്നുമില്ല എന്ന്. അതുകൊണ്ട് അതിന് ശേവധി എന്ന് വിളിച്ചു.
ഒരു ക്ഷണാർദ്ധമുള്ള സത്സംഗം കൊണ്ടാണ് രമണ മഹർഷി ഉണ്ടായത്. ആരോ വന്നു, കുട്ടി പോയി ചോദിച്ചു, എവിടുന്ന് വരണമെന്ന് ചോദിച്ചു. അരുണാചലം എന്ന് പറഞ്ഞു. ലോകം മറഞ്ഞുപോയി, ശരീരം മറഞ്ഞുപോയി, എല്ലാം മറഞ്ഞുപോയി. ജ്ഞാനത്തിന് കാരണമായിട്ട് തീർന്നു. അന്നയ്ക്ക് ശേഷം ഭഗവാൻ ആ ജീവിതത്തിൽ ആരോടും എവിടുന്ന് വരണമെന്ന് ചോദിച്ചിട്ടില്ല. അപകടമായ ചോദ്യം. എവിടുന്ന് വരണമെന്ന് ചോദിച്ചാൽ പിന്നെ വരവും പോക്കും ഇല്ലാത്ത സ്ഥലത്ത് നിന്നുപോയി. ഒരു ക്ഷണനേരത്തിലേക്ക് ഭഗവത് സംഗി സംഘ, ഒരു ക്ഷണനേരത്തേക്കുള്ള സംഘം നമ്മളുടെ ജീവിതം ആകപ്പാടെ മാറ്റിമറിക്കുന്നു. ഭഗവത് പ്രേമ ഉണ്ടാക്കുന്നു, ഭക്തി ഉണ്ടാക്കുന്നു, ജ്ഞാനസ്ഫൂർത്തിയെ ഉണ്ടാക്കുന്നു. ക്ഷണാർദ്ധോപി സത്സംഗ ശേവധിർ നൃണാം. എത്രയോ മഹാപുരുഷന്മാരൊക്കെ ഉണ്ടായത് എങ്ങനെയാണ്? സത്സംഗം കൊണ്ടാണ്. ചിന്മയാനന്ദ സ്വാമി ബാലകൃഷ്ണമേനോനായിട്ട് ജേർണലിസ്റ്റായിട്ട് ഇരിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കഥയൊക്കെ. നമ്മുടെ മലയാളികൾക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ആ യുക്തി വിചാരം ഉണ്ടല്ലോ, ബുദ്ധിയുടെ ഇത്, അതോടുകൂടെ ഋഷികേശിലേക്ക് മെനക്കെട്ട് ഡൽഹിയിൽ നിന്ന് ജവഹർലാൽ നെഹ്റുവിനൊക്കെ അദ്ദേഹത്തിന് പരിചയമായിരുന്നു. നെഹ്റു പ്രൈം മിനിസ്റ്ററായിട്ട് ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിനെ PA ആയിട്ട് എടുക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നീട് ഒരുപാട് വിമർശനമൊക്കെ ചെയ്തു തിരിച്ച് നെഹ്റുവിനെ. ഒരിക്കൽ സ്വാമിയുടെ പ്രഭാഷണത്തിൽ പറഞ്ഞു, ഒരു ക്യാമറാമാനെ സ്പൂളിലെടുത്തിട്ട് കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു നെഹ്റുവിന്, എന്താ ഇദ്ദേഹം സംസാരിക്കണമെന്ന്. ആ ക്യാമറാമാൻ വന്ന് മുൻകൂട്ടി പറഞ്ഞു, സ്വാമി നെഹ്റുവിന് കൊണ്ടുപോയി കാണിക്കാനാണ് കേട്ടോ, ഇപ്പോൾ നിങ്ങളെ കൊണ്ട് എടുക്കാൻ പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. അയാൾ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാമി പറഞ്ഞു, യു ആർ ഡൂയിങ് എ ഗുഡ് തിങ് ടു മീ, റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് അന്ന് മുഴുവൻ എന്തൊക്കെ പറയാനുണ്ടോ എല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം ആ ഒരു രീതിയിൽ വിമർശനം ചെയ്യാൻ വേണ്ടിയിട്ട്, ഋഷികേശിൽ ഈ സന്യാസികളെയൊക്കെ വിമർശനം ചെയ്യാൻ വേണ്ടിയിട്ടും ഇവർ പാരസൈറ്റ്സാണ്, സമൂഹത്തിൻ്റെ രക്തം കുടിക്കുന്നവരാണ് ഇവരൊക്കെ, ഒരു പണിയെടുക്കാതെ എന്ന് കാണിക്കണമെന്ന് പറഞ്ഞ് അതിന് എഴുതാൻ വേണ്ടി ശിവാനന്ദ ആശ്രമത്തിൽ പോയതാണ്. അവിടെ പോയി ശിവാനന്ദ സ്വാമിയെ കണ്ടതും സ്വാമിയുടെ സന്നിധി, ആ പ്രിയം, അത് എടുത്തിട്ട് മറിച്ചു ഉള്ളിൽ. കുറച്ച് ദിവസം ശിവാനന്ദ സ്വാമിയായിട്ടുള്ള കോണ്ടാക്റ്റിൽ ചിന്മയാനന്ദ സ്വാമി പിന്നാലെ പറയണു, ഐ വെൻറ്റ് there to criticize them, but I started dreaming about taking sannyasa. I found it is very dangerous. I want to escape. So to escape from God, I decided to do a tapasya, so went to Badrika Ashrama. For what? To escape from God. അങ്ങനെ ബദ്രികാശ്രമത്തിൽ പോയി, still I could not escape. I ended up like this. അപ്പോൾ അതിൻ്റെ ബീജം അതിനു മുമ്പേ വീണു. ഇങ്ങനെ ഒരു യുക്തി വിചാരമായിട്ടൊക്കെ നടക്കുകയായിരുന്നു അദ്ദേഹം കുട്ടിക്കാലത്ത്. അങ്ങനെ നടക്കുമ്പോൾ ട്രെയിനിൽ തമിഴ്നാട്ടിലിങ്ങനെ പോവാം. അന്നൊക്കെ ഫ്രീ ടിക്കറ്റ്, എന്തോ ഒരു പേര്, കോളേജ് സ്റ്റുഡൻസിന്. ആ ടിക്കറ്റിൽ ട്രെയിനിൽ പോകുമ്പോൾ തിരുവണ്ണാമലയിലൂടെ പോകുന്ന ട്രെയിൻ, ആരോ പറഞ്ഞു ഇവിടെ ഒരു മഹർഷിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തു മഹർഷി, അതൊക്കെ പഴയ കാലത്ത്, അങ്ങനെ ഒരു കച്ചവടം ഉണ്ടെങ്കിൽ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് ഇറങ്ങി നല്ല നട്ടു വെയിലത്ത് നടന്നു പോയി. അദ്ദേഹത്തിന് ബ്യൂട്ടിഫുൾ ഡിസ്ക്രിപ്ഷനാണത്. വന്നിട്ട് അങ്ങനെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. തലയിൽ കൈ വെച്ച് അപ്പാരൻ്റ്ലി വാസ് സ്ലീപ്പിംഗ്, ഉറങ്ങുകയാണെന്ന് എനിക്ക് തോന്നി. കണ്ണടച്ചിരിക്കുകയാണ്. എല്ലാം അങ്ങനെ നോക്കി ആ കണ്ണിൻ്റെ അടുത്തേക്ക് വന്നതും ദോസ് 2 eyes popped open. നേരെ എൻ്റെ ഉള്ളിലേക്ക് നോക്കി. ഞാൻ
ഞാൻ തന്നെ കാണരുത് എന്ന് ധരിച്ചിരിക്കുന്ന എൻ്റെ പ്രശ്നങ്ങൾ പോലും കണ്ടു എന്ന് എനിക്ക് തോന്നി ആ കാഴ്ചയിൽ. പക്ഷെ എനിക്ക് അതുകൊണ്ടൊരു കുഴപ്പമില്ല. എന്തോ സംഭവിച്ചു. കുറച്ച് നേരത്തേക്ക്, ഒരു 20 മിനിറ്റ് നേരത്തേക്ക് ഒരു ശരീരപ്രജ്ഞയില്ലാതെ ഒരു സുഖമായ ഒരു സ്ഥിതി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ദിസ് മാൻ ഈസ് എ ഹിപ്നോട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയത്രേ. പിന്നെയാണ് ശിവാനന്ദ ആശ്രമം പോയി ഇതൊക്കെ പഠിച്ചു, ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു, തപോവൻ മഹാരാജിൻ്റെ അടുത്തൊക്കെ പോയി. എല്ലാം കഴിഞ്ഞ ശേഷമാണ് അന്ന് കിട്ടിയത് ഇറ്റ് ഈസ് പ്യുവർ ഗോൾഡ് എന്ന് മനസ്സിലായതാണ്. ശുദ്ധ സ്വർണമാണ് കിട്ടിയത്, ഒരു സ്ഫൂർത്തി ഉള്ളിൽ. അപ്പോൾ ഇതാണ് സത്സംഗം. ക്ഷണാർദ്ധ എവിടെയോ പോകുന്ന വഴിയിൽ എങ്ങനെ കയറി നോക്കി, ഉള്ളിലേക്ക് കയറി. ക്ഷണാർദ്ധോപി സത്സംഗശേവധിർനൃണാം. ഒരു ക്ഷണനേരം മഹാപുരുഷ സമ്പർക്കം വരുമ്പോൾ ഉള്ളിൽ ഭഗവാൻ പ്രകാശിക്കുന്നു, ആത്മാ പ്രകാശിക്കുന്നു, ചൈതന്യം പ്രകാശിക്കുന്നു. അത ആത്യന്തികം ക്ഷേമം പൃച്ഛാമോ ഭവതോ നഘാഃ സംസാരേസ്മിൻ ക്ഷണാർദ്ധോപി സത്സംഗശേവധിർനൃണാം. എനിക്ക് യോഗ്യതയുണ്ടെങ്കിൽ എനിക്ക് ഭാഗവതധർമ്മം പറഞ്ഞു തരൂ എന്നാണ് പ്രാർത്ഥന. 2 അധ്യായം വായിച്ചിട്ട് പിന്നെ പറയും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ